മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള മാതൃകാ വീടിന്റെ പ്രവർത്തനം പൂർത്തിയാകുന്നു. ഡിസംബർ മാസത്തോടെ സർക്കാർ എല്ലാ വീടുകളും ഗുണഭോക്താക്കൾക്ക് കൈമാറും. 5 സോണുകളിലായി 410 വീടുകളാണ് ഒരുങ്ങുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മനോഹരമായ 64 ഹെക്ടറിൽ 410 വീടുകളാണ് ഒരുങ്ങുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് സർക്കാർ കണ്ടെത്തിയിരുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുകയാണ്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലാണ് ഓരോ വീടുകളും ടൗൺഷിപ്പിൽ ഉയരുന്നത്. മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ മാതൃകാ വീട്ടിൽ 2 കിടപ്പുമുറി, ശുചിമുറി, സിറ്റ് ഔട്ട്, ഡൈനിങ്, ലിവിംഗ്, പഠനമുറി, അടുക്കള, വിശാലമായ വർക്ക് ഏരിയ, ഒരു കുടുംബത്തിന്റെ സ്വച്ഛ ജീവിതത്തിന് ആവശ്യമായതെല്ലാം കണ്ടറിഞ്ഞ് നിർമ്മിക്കപ്പെടുന്ന ഈ സ്വപ്നസൗധം ജൂലൈ 30 പൂർത്തിയാവും. ആഗസ്റ്റ് മാസത്തോടെ ജനങ്ങൾക്ക് മുന്നിലേക്കെത്തും. ടൗൺഷിപ്പിലെ ആദ്യ സോണിലെ 140 വീടുകളിൽ ഒന്നാണ് മാതൃകാ വീട്. മുഴുവൻ വീടുകളും ഇതേ മാതൃകയിലാണ്. 5 സോണുകളിലായി 410 വീടാണ് ഉള്ളത്. ആദ്യ സോണിലെ 100 വീടുകളുടെ നിലം ഒരുക്കി കഴിഞ്ഞു. 51 എണ്ണത്തിന് അടിത്തറ ഒരുക്കാൻ കുഴിയൊരുക്കി മണ്ണ് പരിശോധന നടത്തി. 16 വീടുകളുടെ പില്ലറുകൾ ഉയർന്നു. ഡിസംബർ മാസത്തോടെ മുഴുവൻ വീടുകളും ഗുണഭോക്താക്കളിലേക്കെത്തും. കാലാവസ്ഥ അനുകൂലമായാൽ മാതൃകാ വീടിന്റെ അവസാനവട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയാകും. ഡിസംബർ മാസത്തോടെ 410 വീടുകളും ജനങ്ങൾക്ക് കൈമാറും. ഇതിലപ്പുറം ഒരു സർക്കാർ എങ്ങനെയാണ് ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുക? എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്നും ക്യാമറമാൻ KP അനീഷിനൊപ്പം PV ജോഷില.